സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ജ്യോതിഷ വിശ്വാസികളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 2025 മെയ് മാസം 18-ാം തീയതി ആയില്യം നക്ഷത്ര ജാതകർക്ക് രാഹുകേതുക്കളുടെ മാറ്റത്തിന്റെ അവസ്ഥയും സ്ഥിതിയും ഗതിയും ആകുന്നു. ആയില്യം നക്ഷത്ര ജാതകർക്ക് തൽക്കാലം സർപ്പൻ 9, അതായത് ഭാഗ്യസ്ഥാനത്തും ഗുരുസ്ഥാനത്തും നിൽക്കുന്നു. ഇവർക്ക് പൊതുവെ സർപ്പം എന്നും അനുകൂലമായിരിക്കും. ഇവർ കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരു ചരരാശിയും അതുപോലെ തന്നെ ദൈവാധീനമുള്ള രാശിയുമാകുന്നു. കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് രാഹുവിന്റെ സ്ഥിതിയും അതുപോലെ തന്നെ കേതുവിന്റെ സഹായസ്ഥാനത്ത് സ്ഥിതിയും വളരെ അനുകൂലമായ അവസ്ഥകൾ നൽകപ്പെടുന്നു. രാഹു, അതായത് ആയില്യം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം ഒരു രാഹു ബന്ധപ്പെട്ട നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധദശ ജനിക്കുകയും രാഹു അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. രാഹു ദശ പൊതുവെ 18 കൊല്ലമാകുന്നു. കർക്കിടകക്കൂറുകാർക്ക് വേഴൻ 11-ാം ഭാവത്തും ശനി തൻ്റെ അഷ്ടമഭാവത്തും സ്ഥിതി ചെയ്യുന്നു. ബുധശുക്രന്മാരും മറ്റു ഗ്രഹങ്ങളും അനുകൂല സ്ഥിതിയുമാകുന്നു. പൊതുവെ ഇവർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാകുന്നു. ഗ്രഹം തുടങ്ങുവാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും പഠിച്ച് നിൽക്കുന്നവർക്ക് തൊഴിൽ യോഗത്തിനും കുടുംബസുഖം, പൊതുവെ ഭാഗ്യസ്ഥാനത്തിരിക്കുന്ന രാഹു കുടുംബസ്ഥാനത്തും ഗുരുസ്ഥായികർക്കും അനുകൂലമായ അവസ്ഥകൾ, അതുപോലെ വിവാഹപ്രായമായവർക്ക് വിവാഹത്തിനും അതുപോലെ തന്നെ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ആനുകൂല്യങ്ങളും നൽകുന്നതാണ്. കാണപ്പെട്ട ദൈവമായ രാഹു നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകപ്പെടും. നാം 9 ഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് രാഹുകേതുക്കൾക്ക് വളരെ പ്രധാനമായ സ്ഥാനങ്ങളാണ് നൽകുന്നത്. രാഹുവും കേതുവും തമോഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവർക്ക് പ്രത്യേകം ഗ്രഹങ്ങളോ രാശികളോ ഇല്ല. അവർ ഏത് രാശികളിൽ നിന്നാലും ആ രാശിനാഥന്റെ ഫലമോ അവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഫലമോ ആണ് അനുഭവയോഗം. ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ ഇവർക്ക് സർപ്പൻ നിൽക്കുകയാൽ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങൾ ഏറി വരും. ഇന്നലെ വരെ നിന്ന കാലത്തിനേക്കാളും വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കും. കേതുവിന്റെ നല്ല സ്ഥിതിയും രാഹുവിന്റെ ഭാഗ്യസ്ഥിതിയും എല്ലാം ഇവർക്ക് ഒരു ഉത്തമ കുടുംബജീവിതത്തിനും കുടുംബസുഖത്തിനും ധനലാഭത്തിനും കീർത്തിക്കും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ശ്രേയസ്സിനും കീർത്തിക്കും സംഘടനാ വിജയങ്ങൾക്കും എല്ലാം അനുകൂലമായ കാലഘട്ടമാകുന്നു. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ ഉള്ളവർക്ക് പോലും കുടുംബജീവിത പുഷ്ടി, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് സാമ്പത്തികമായ ദുരിതങ്ങൾ മാറി സാമ്പത്തിക പുഷ്ടി, സാമ്പത്തിക ഐശ്വര്യം, പഴയ ഭൂമി ലാഭം, ഗ്രഹയോഗം, വാഹനയോഗം, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനുള്ള നല്ല അവസരം, ഇന്നലെ വരെ നമ്മെ സഹായിക്കാതിരുന്നവർ പൊടുന്നനവെ സഹായിക്കുന്നു. ഇവയെല്ലാം ഈ രാഹുകേതുക്കളുടെ അനുകൂല അവസ്ഥ കൊണ്ടാണ്. ആയതിനാൽ കാണപ്പെട്ട ദൈവമായ സർപ്പഭഗവാനെ നാം പൂജിക്കുന്നത് ആയില്യം നക്ഷത്ര ജാതകർക്ക് ബഹുവിശേഷമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക്
4 പാദങ്ങളുണ്ട്. 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം. 4-ാം പാദത്തിന് ദണ്ഡാന്ത എന്ന് പറയുന്നു. അവസാനം ബുധദശയാണല്ലോ ഇവർ ജനിക്കുന്നത്. അതിന്റെ അവസാന പാദത്തെയാണ് ദണ്ഡാന്ത എന്ന് പറയുന്നത്. ദണ്ഡാന്തത്തിൽ ജനിച്ചാൽ ആദ്യകാലങ്ങളിൽ കുടുംബത്തിന് അല്പാരിഷ്ടത, പിന്നീട് അവ ക്രമേണ മാറി ഭാഗ്യ ഐശ്വര്യങ്ങൾ മാതാവിനും പിതാവിനും അമ്മാവൻ അപ്പൂപ്പൻ എന്നിവർക്കും ഉണ്ടാക്കും. പൊതുവെ കാണപ്പെട്ട ദൈവമായ സർപ്പത്തിന്റെ ദശകാലം ഇവർക്ക് പൊതുവെ ജാതകത്തിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ചാരവശാലുള്ള ഫലം, അതായത് കർക്കിടകൂറുകാർക്ക് 9-ലെ വേഴൻ വളരെ ഭാഗ്യങ്ങളെ ചെയ്യും. അടുത്ത അഷ്ടമത്തിലേക്ക് ഇത് കഴിഞ്ഞാൽ 2025 മെയ് 19, 20 കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, അഷ്ടമത്തിലേക്ക് വരും. അഷ്ടമത്തിൽ വന്നിരുന്നാലും വലിയ ദോഷം കാണപ്പെടുന്നില്ല. ഇവർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധൻ ഏതാണ്ട് 17 കൊല്ലമാണെങ്കിലും നമുക്ക് ആയില്യ നക്ഷത്ര ജാതകർക്ക് വേണ്ടി ആദ്യം ജനിക്കുന്നവർക്ക് ഒരു 17 കൊല്ലം കിട്ടും. രണ്ടാമത്തെ സ്റ്റേജിൽ ജനിക്കുന്നവർക്ക് ഒരു 15 വർഷം കിട്ടും. മൂന്നാമത്തെ അവസ്ഥയിൽ ജനിക്കുന്നവർക്ക് 12 കൊല്ലം. അവസാനത്തേതിൽ 3, 4 ഇങ്ങനെയുള്ള ഘട്ടങ്ങളായിരിക്കും. പൊതുവെ ഇവർ സാത്വികരും സത്യസന്ധരും ദേവബ്രാഹ്മണ ഭക്തിയുള്ളവരുമായിരിക്കും. ആയില്യ നക്ഷത്ര ജാതകർ കുടുംബസ്നേഹികളും മാതാവിനെയും പിതാവിനെയും അമ്മാവൻ അപ്പൂപ്പൻ എന്നിവരെ സ്നേഹിക്കുന്നവരും പൊതുവെ മറ്റുള്ളവരോട് ദാക്ഷണ്യം, സ്നേഹം എന്നിവയെല്ലാം കാണിക്കുന്നവരായിരിക്കും. ചിലർ അനുകമ്പം കൊണ്ട് പലരെയും സഹായിച്ചതായിട്ട് നമുക്ക് അറിയാം. ഇവരിൽ കൂടുതലും വിദേശവാസം കുറച്ചെങ്കിലും അനുഭവിക്കുന്നവരാണ്. പൊതുവെ ഇവർ സാങ്കേതിക വിദ്യയിലും പ്രശസ്തരും ബാങ്കിങ് മേഖലകളിലും ടീച്ചിങ് മേഖലകളിലും അതുപോലെ പൊതുജനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നടത്തുകയും സംഘടനാ ലെവലിൽ പ്രശസ്തരും ബന്ധുക്കൾക്ക് വേണ്ടി വളരെ സഹായങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. ഇവരുടെ കേതുവിന്റെ മാറ്റം ഭാഗ്യസ്ഥാനത്ത് വരികയാൽ, രാഹുകേതുക്കളുടെ മാറ്റം ഭാഗ്യസ്ഥാനത്ത് വരികയും ഭാഗ്യ ഐശ്വര്യങ്ങളും ധർമ്മകാര്യങ്ങളിൽ പങ്കെടുക്കുകയും വിദൂര യാത്രയും എല്ലാം ഇവർക്ക് ഇപ്പോൾ അനുഭവമാകുന്നു. പൊതുവെ 11-ൽ വേഴൻ നിൽക്കുന്നത് കൊണ്ടും പല ലാഭങ്ങളും ഇവർക്ക് വന്നു ചേരും. ഇവർ ജനിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ബുധദശയിലാണ്. ബുധൻ 17 കൊല്ലമാണ്. നമുക്ക് ഏതാണ്ട് ഒരു പാതി കണക്കെടുത്താൽ 8-8.5 കൊല്ലം വരെ ബുധദശ. അത് കഴിഞ്ഞാൽ കേതുദശ 15 വയസ്സിന് ശിഷ്ടം വരെ കേതുദശ ഇവർക്ക്. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. അപ്പം 35-38 വയസ്സ് വരെ പൊതുവെ ഇവർക്ക് ശുക്രദശ. ഈ ദശാകാലത്ത് ഇവർക്ക് പഠനപുഷ്ടി, ഗ്രഹപുഷ്ടി. 23-24 സ്ത്രീകൾക്കാണെങ്കിൽ ഉദ്യോഗ വിജയം, പഠന വിജയം. പുരുഷന്മാർക്കാണെങ്കിൽ 23-24 ഉദ്യോഗവും 25-27 മധ്യ വിവാഹവും ഫലമാകുന്നു. ശുക്രദശ ആയതുകൊണ്ട് മിക്കവാറും ശുക്രൻ ഇവർക്ക് അനുകൂല അവസ്ഥയിലായിരിക്കും. ഇവർക്ക് വിദേശവാസം, സന്താന യോഗം, നല്ല കളത്രത്തെ കിട്ടാനുള്ള യോഗം, കുടുംബസുഖം, സൽകീർത്തി, ഭാഗ്യ ഐശ്വര്യങ്ങൾ, സന്താനങ്ങൾക്ക് പഠനാവസ്ഥകൾ, വാഹനം, വസ്ത്രം, പച്ചുപൂട്ട്, സുഖസൗകര്യങ്ങൾ എല്ലാം ഈ ശുക്രൻ നൽകപ്പെടും.
അത് കഴിഞ്ഞാൽ വരുന്നത് 6 കൊല്ലം ആദിത്യ ദശ. ആദിത്യന് ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. ആദിത്യ ദശയിൽ സന്താനങ്ങൾക്ക് വേണ്ടി ദൂരോട്ട് പഠിപ്പിക്കാൻ അയക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് തൊഴിൽ പുരോഗമനങ്ങളും ആ തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങളും നല്ല ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷനും അതുപോലെ സംഘടനാ ലെവലിൽ നിലകൊള്ളുന്നവർക്ക് സംഘടനയിൽ പേരും പെരുമയും പ്രശസ്തിയും ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കുവാനുള്ള യോഗം പൊതുമേഖലാ സ്ഥാപനം അതുപോലെ തന്നെ ITI, ടീച്ചിങ് മേഖല, നഴ്സിംഗ് മേഖല എന്നിവയിലും കലയിലും എഴുത്തിലും ഗാനത്തിലും പ്രാവീണ്യമുള്ളവർക്ക് പൊതുവെ അനുകൂലമുള്ള കാലഘട്ടമാകുന്നു. അടുത്ത് ആദിത്യം കഴിഞ്ഞ് ചന്ദ്രദശ 10 കൊല്ലം. ചന്ദ്രദശാകാലത്ത് സുഖവും സന്തോഷവും, ചിലർക്ക് വിദേശവാസവും വിദേശത്തു നിന്നും ധനാഗമനവും, കുടുംബത്തിന് അഭിവൃദ്ധിയും, കുടുംബത്തിൽ മുതിർന്നവരെ സഹായിക്കുവാനുള്ള മനസ്സും ഭാഗ്യവും, ഐശ്വര്യവും, സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, ഉദ്യോഗ വിജയം, വിവാഹാദി മംഗളകർമ്മങ്ങളും അനുഭവം. ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വാദശാകാലത്ത് പൊതുവെ ഭൂമിയോഗവും ഗ്രഹയോഗവും സുഖവും സന്തോഷവും ഇവർ അനുഭവിക്കും. ചൊവ്വാദശ കഴിഞ്ഞാൽ രാഹുർദശ 18 കൊല്ലം. പൊതുവെ രാഹുർദശ ഇവർക്ക് ഏറ്റവും നന്നായിരിക്കും. ആയില്യ നക്ഷത്ര ജാതകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രഹമാണല്ലോ സർപ്പൻ. അപ്പോൾ ഈ സർപ്പദശാകാലം ഏറ്റവും അനുകൂല അവസ്ഥകൾ നൽകപ്പെടും. സർപ്പദശയിൽ ഇവർക്ക് സുഖവും സന്തോഷവും സൽകീർത്തിയും, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വളരെ ഭാഗ്യ ഐശ്വര്യ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ചില അസുഖത്തോടുകൂടി കിടക്കുന്നവർ, കാല് വയ്യാത്തവർ, കൈ വയ്യാത്തവർ, സ്തംഭിതം ഇങ്ങനെയുള്ളവർക്കും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും. രാഹുഭഗവാനെ പൂജിച്ച് വിടാതെ ആയില്യ പൂജ നൽകുകയും 100 പാലും കൊടുക്കുകയും, സാധിക്കാത്തവർക്ക് വഴിപാടിനായി മണ്ണാർശാല, വെട്ടിക്കോട്, പാമ്പമേക്കാവ്, ആമേട, അനന്തങ്കാട് എന്നീ പുണ്യ നാഗക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് കൊടുക്കുകയും ചെയ്താൽ ഇവർക്ക് വളരെ വളരെ ദോഷങ്ങൾ മാറി നല്ല അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കും. പൊതുവെ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഉത്തമ ഫലങ്ങളാണ് ഇപ്പോൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. കാണപ്പെട്ട സർപ്പഭഗവാനെ വണങ്ങി നമ്മുടെ ജീവിതം പുഷ്ടിപ്പെടുത്താൻ ആയില്യ നക്ഷത്ര ജാതകരും അല്ലാതെ എല്ലാ മനുഷ്യരും ശ്രമിക്കുന്നത് നല്ലതാണ്. ആയില്യ നക്ഷത്ര ജാതകരുടെ ഗണം സർപ്പനായതുകൊണ്ട് സർപ്പഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സർപ്പത്തെ പൂജിക്കുന്ന ആരെയും ഭഗവാൻ കൈവിടുകയില്ല. കാരണം സർപ്പൻ കുടുംബജീവിതത്തിന്റെ ആണിക്കല്ലാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യം മാറ്റി സുഖങ്ങൾ കൊടുക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ പണ്ടുള്ള വീടുകളിലെല്ലാം ചെറിയ ചെറിയ നാഗക്ഷേത്രങ്ങളും നാഗാരാധനകളും ഉള്ളതായി കാണപ്പെടുന്നു. അത് മുടങ്ങിക്കിടക്കുന്നവർ തീർച്ചയായും മുന്നിട്ട് ഇറങ്ങി അവയെ പൂർത്തീകരിക്കണം. അത് നല്ല നിലയിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതവും നല്ല നിലയിലേക്ക് തന്നെ വന്നു ചേരും. ഇവർ പൊതുവെ ആയില്യ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധദശയിൽ നമ്മൾ വിഷ്ണുവിനെയും ദേവിയെയും ഗണപതിയെയും പൂജിച്ചു കൊള്ളുക. ബുധൻ കഴിഞ്ഞ് കേതുദശയിൽ സർപ്പരാജാവിനെ തന്നെ പൂജിച്ചു കൊള്ളുക. അത് കഴിഞ്ഞാൽ
ശുക്രദശയിൽ ദേവിയെയും മുരുകനെയും പൂജിക്കുക. ശുക്രദശ കഴിഞ്ഞ് വരുന്നത് ആദിത്യദശ. ആദിത്യന് ശിവനെ പൂജിച്ചു കൊള്ളുക. അത് കഴിഞ്ഞാൽ ചന്ദ്രദശയിൽ ദേവിയെ പൂജിച്ച് കുങ്കുമാർച്ചന, അതുപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തിക്കൊള്ളുക. അത് കഴിഞ്ഞാൽ ചൊവ്വാദശയിൽ മുരുകന് പ്രീതി വരുത്തുകയും മുരുകന് പഞ്ചാമൃതാഭിഷേകം നൽകുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ വരുന്നത് രാഹുർദശ. രാഹുർദശയിൽ നിങ്ങൾ സർപ്പപ്രീതിയും കുടുംബദേവതാ പ്രീതിയും ആയില്യ വ്രതവും ആയില്യ ദിവസങ്ങളിൽ സർപ്പക്ഷേത്രങ്ങളിൽ ചെന്ന് സ്ത്രീപുരുഷ ഭേദമന്യേ അർച്ചനകൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.